പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും കർത്താവിന്റെ വചനവുമായിട്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതിനെ ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വചനം മാറാത്തതാണ്. ദൈവത്തിന്റെ വചനം നിലനിൽക്കുന്നതാണ്. ദൈവവചനത്തിന്റെ ആധികാരികത നാം മനസ്സിലാക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തോടുള്ള ബന്ധത്തെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അതായത് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ആധികാരികമാകുന്നത്. അതായത് നിങ്ങളുടെ ഒരു അടുത്ത സുഹൃത്ത് നിങ്ങൾക്ക് അയക്കുന്ന ഒരു വാട്സാപ്പ് മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ, പഴയ കാലത്താണെങ്കിൽ ലെറ്റർ, അത് നിങ്ങൾക്ക് വിലപ്പെട്ടതാണ്. എന്നാൽ അതിന് അല്പം കൂടെ ശ്രേഷ്ഠമാണ് നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും. അല്പം കൂടെ തീവ്രമാണ് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു മെസ്സേജ്, മെയിൽ എന്നൊക്കെ അല്ലെങ്കിൽ ഒരു ലെറ്റർ എന്ന് പറയും. കാരണം അത് നിങ്ങളോടുള്ള ബന്ധം വർദ്ധിക്കും തോറും ആ ഒരു മെസ്സേജിന്റെ ഇമ്പോർട്ടൻസ് കൂടും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം ദൈവത്തോടുള്ള ബന്ധത്തിൽ ആഴമായി നമ്മൾ അടുക്കുന്നു, അത്രത്തോളം ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിലുള്ള സ്വാധീനം വർദ്ധിക്കാൻ തുടങ്ങും. അപ്പൊ നിങ്ങൾ ഒരിക്കലും മറക്കരുത്, ദൈവവചനം എന്ന് പറയുന്നത് എന്നോടുള്ള ദൈവത്തിന്റെ സംസാരമാണ്, കമ്മ്യൂണിക്കേഷൻ എന്ന് വ്യക്തിപരമായിട്ട് മനസ്സിലാക്കുമ്പോൾ ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൽ വിലയേറിയതായിട്ട് മാറും, നിങ്ങൾക്ക് മാറ്റാൻ കഴിയാത്തതായിട്ട് മാറും, നിങ്ങളുടെ ജീവിതത്തിൽ ശ്രേഷ്ഠമേറിയതായിട്ട് മാറും. അപ്പൊ അത് വളരെ ഇമ്പോർട്ടൻ്റ്. നിങ്ങളുടെ ജീവിതത്തിന്റെ സാഹചര്യം എന്തുമാവട്ടെ, ഒരു കാരണവശാലും ജീവിതത്തിനകത്ത് സാഹചര്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കാൻ അനുവദിക്കാതെ വണ്ണം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിലനിൽക്കുന്നതോടും നിങ്ങളുടെ ജീവിതത്തെ അത് അസാധാരണമായ നിലയിൽ മാറ്റം വരുത്തും. അപ്പൊ നമുക്ക് ദൈവവചനത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്നത് സർവായുധ വർഗം എന്ന് പറയുന്ന ഒരു ടൈറ്റിലിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വചനം ചിന്തിക്കുന്നത്. നമുക്കിന്നും അതിന് നമ്മൾ ആധികാരികമായി അല്ലെങ്കിൽ അതിന് അടിസ്ഥാനമായിട്ട് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന്റെ 3-ാം വാക്യവും 4-ാമത്തെ വാക്യവും. 3-ാം വാക്യം ഇങ്ങനെയാണ് പറഞ്ഞത്: ജഡപ്രകാരം സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങൾ ജഡപ്രകാരം പോരാടുന്നില്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. അപ്പൊ അവിടെ 2 കാര്യമാണ്. ഞങ്ങളുടെ ജഡപ്രകാരം പോരാടുന്നെങ്കിലും ജഡപ്രകാരം സഞ്ചരിക്കുന്നില്ല, ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല. ഇത് 2 വളരെ പ്രസക്തമായ കാര്യമാണ്. നമുക്ക് പോരിന്റെ ആയുധങ്ങൾ, അപ്പൊ ജഡപ്രകാരം പോരാടാത്തത് കൊണ്ട് തന്നെ നമ്മുടെ പോരിന്റെ ആയുധങ്ങളും എന്തല്ല, ജഡീകങ്ങളല്ല. അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഫൈറ്റ്സ് ഉണ്ടാകുന്നത് പുറമേ അല്ല, അകത്താണ്, നമ്മുടെ മൈൻഡില്, നമ്മുടെ ചിന്തകളില്ല. അതുകൊണ്ടാണ് ചിന്തകളെ പിടിച്ചടക്കുക എന്ന് 4-ാമത്തെ വാക്യത്തിൽ എടുത്തു പറയാൻ കാരണം. അതായത് നമ്മുടെ ചിന്തകളിലാണ് ഏറ്റവും വലിയ യുദ്ധം. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ എന്താ പറയുക, ഇമോഷൻസ്, നമ്മുടെ ദേഷ്യം, നമ്മുടെ ഭയം, നമ്മുടെ ആവശ്യങ്ങൾ, മുറിവുകൾ, ഇതെല്ലാം എടുത്തു കാണിച്ച് നമ്മളെ തകർക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പ്രഷറൈസ് ചെയ്യുന്ന നമ്മുടെ മനസ്സിലെ ചിന്തകളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ചിന്തകളുടെ സ്വാധീന വലയത്തിൽ നിന്ന് പുറത്തു വരിക, അതാണ് വളരെ പ്രധാനമായിട്ടും പ്രസക്തമായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്തകളിലാണ്, അതായത് മൈൻഡിലാണ് യുദ്ധമെങ്കിൽ ആ മൈൻഡിനെ സ്വാധീനിക്കുന്ന ആയുധങ്ങൾ വേണം ഉപയോഗിക്കാൻ. നിങ്ങളുടെ ജീവിതത്തിൽ ശരീരത്തിന് രോഗം വരിക എന്ന് പറയുന്നത്, നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റം, അതുപോലെ തന്നെ ഭക്ഷണക്രമത്തിൽ വരുന്ന മാറ്റം, നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്ക് ശാരീരികമായി ചില ക്ഷീണമോ പ്രയാസമോ ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ രോഗം വന്നാൽ രോഗിയാകുന്നത് മൈൻഡില്ല, രോഗം വരുന്നത് ശരീരത്തിലും, രോഗിയാകുന്നത് മനസ്സിലും. അപ്പൊ മനസ്സില് ഇല്ല, ഞാനിത് പാമ്പർ ചെയ്യാൻ റെഡിയല്ല, ഞാനിതിനെ ചുമക്കാൻ റെഡിയല്ല. കാരണം എൻ്റെ കർത്താവ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എൻ്റെ രോഗത്തെ സൗഖ്യമാക്കാൻ, എന്നേക്കുമായിട്ട് എൻ്റെ രോഗത്തിന്റെ അവസ്ഥയിൽ തന്നെ വിടുവിക്കാനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ആ രോഗം അവനെ വാഴാൻ അനുവദിക്കത്തില്ല. രോഗം വന്നുപോലിരിക്കും, പക്ഷെ അത് വാഴാനായിട്ട് ഒരിക്കലും ഇടം നൽകത്തില്ല. അപ്പൊ നമ്മുടെ മൈൻഡിലാണ് യുദ്ധമെങ്കിൽ നമ്മുടെ അതിന് പറ്റിയ ആയുധങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ എന്താണ് ആയുധം എന്ന് പറയുന്നത്? ഒരിക്കലും നമ്മുടെ കരങ്ങളിൽ ഉപയോഗിച്ച ഒരാളെ ഹേർട്ട് ചെയ്യുന്ന ആയുധമല്ല.
കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടവരും നമ്മളെ തോൽപ്പിക്കേണ്ടതും പുറമെ നിൽക്കുന്ന വ്യക്തികളല്ല, നമ്മുടെ മനസ്സിനകത്ത് തന്നെ ഉള്ള നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ്. നമ്മുടെ ഏറ്റവും വലിയ എനിമി എന്ന് പറയുന്നത്, ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സല്ല, മനസ്സിനകത്ത് വരുന്ന നെഗറ്റീവ് തോട്ട്സ് ആണ്. അപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് മൈൻഡിനെ. അപ്പൊ അതുകൊണ്ട് ഈ ആയുധവർഗത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നത് എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിൽ സർവായുധ വർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. 13 മുതലുള്ള വാക്യങ്ങളിൽ അത് എടുത്തു പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം അതിന്റെ 6-ാം അധ്യായത്തിൽ 13 മുതലുള്ള വാക്യം. ഞാൻ ആ വാക്യം അതിന്റെ 14-ാം വാക്യം നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചു. നീതി എന്ന കവചം ധരിച്ചു. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം, അതിന്റെ 13-ാം വാക്യം പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ. 2 കാര്യങ്ങളാണ്. ദുർദിവസത്തിൽ എതിർപ്പാൻ, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ. ഇത് രണ്ടും വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. ഉറച്ചു നിൽക്കുക, എതിർത്ത് നിൽക്കുക. സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കണം, ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കണം. ഉറച്ചു നിൽക്കണം, എതിർത്ത് നിൽക്കണം. അപ്പൊ ഈ ഉറച്ചു നിൽക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഉറച്ചു നിൽക്കുക എന്ന് പറയുന്നത്? നിൽക്കുന്ന പൊസിഷനിൽ നമ്മൾ അവിടെ തന്നെ നിൽക്കുക. പക്ഷേ എതിർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാലും അത് നമ്മുടെ മുഴുവൻ ശക്തിയോടുകൂടെ നമുക്ക് വിരോധമായി നിൽക്കുന്നതിനെ റെസിസ്റ്റ് ചെയ്യുക. അപ്പൊ അതിന് വേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്നാമത് നമ്മൾ ഇന്നലെ ചിന്തിച്ചത്, കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് സത്യത്തെ കുറിച്ചാണ്. അടുത്തിവിടെ പറയുന്നത് നീതി എന്ന കവചം. നീതി. ഇപ്പൊ നമുക്ക് ഈ ദൈവവചനത്തിൽ വായിക്കുമ്പോൾ വചനത്തെ നമ്മൾ മനസ്സിലാക്കുന്ന വിധത്തിനനുസരിച്ചാണ് അതിന്റെ പേര് മാറുന്നത്. വചനം തന്നെയാണ് സത്യം, വചനം തന്നെയാണ് നീതി. വചനമല്ലാതെ മറ്റൊന്നല്ല സത്യം, വചനമല്ലാതെ മറ്റൊന്നല്ല നീതി. അപ്പൊ ഈ വചനത്തെ മനസ്സിലാക്കണം. ഇപ്പൊ വചനത്തെ കുറിച്ചുള്ള മനസ്സിലാക്കൽ ഇവിടെ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം അരക്കി കെട്ടി. നമ്മൾ ഇന്നലെ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. അതായത് സത്യം അരക്കി കെട്ടുക. സത്യം എന്ന് പറയുമ്പോൾ ദൈവവചനത്തിൽ എന്നെ കുറിച്ചുള്ള സത്യം എന്താണ്? നമ്മൾ പലപ്പോഴും നമ്മള് പ്രോഫസി, പ്രവചനത്തിൽ വിശ്വസിക്കാറുണ്ട്. പ്രവചനത്തെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണാറുണ്ട്. പ്രവചനം അങ്ങനെ ഒരു കൃപാവരം ഉണ്ടെങ്കിൽ നമ്മൾ അവരോടൊക്കെ ചെന്ന് പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അത് ഭാവിയെ കുറിച്ച് അറിയാറുണ്ട്. പക്ഷേ ഈ സത്യം അരക്കി കെട്ടിയിരിക്കുന്ന ഒരാൾക്ക് എങ്ങും പോകേണ്ട കാര്യമില്ല. അത് അവിടെ തന്നെ ഉണ്ട്. അതവിടെ തന്നെ ഉണ്ട്. അവന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. കാരണം ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് ഇതാണ് സത്യം, ഇതാണ് എന്നെ കുറിച്ചുള്ളത്, ഇതല്ലാതെ മറ്റൊന്നും സംഭവിക്കത്തില്ലെന്നുള്ള ബോധ്യമുണ്ട്. ഈ ബോധ്യം എന്റെ അകത്തുള്ളിടത്തോളം ഞാൻ വേറെ ഒന്നിനും ഭയപ്പെടത്തില്ല. എന്നെ മറ്റൊന്നിനെ സ്വാധീനിക്കാൻ കഴിയത്തില്ല. ആ ഒരു മനക്കരുത്ത്, ആ മനസ്സിന്റെ ബോധ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട. ഇവിടെ നീതി, സത്യം അരക്ക് കെട്ടുക, ദൈവവചനത്തിലെ സത്യം, ഇതല്ലാതെ ഒന്നും എന്റെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല എന്ന് ഉറപ്പ്. അടുത്തത് നീതി. നീതി എന്ന കവചം. കവചം എന്ന് പറയുന്നത് ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കവചം. അപ്പോൾ ഈ കവചം, നീതി എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലങ്ങളിൽ നീതി വ്യത്യാസമാണ്. കുടുംബ പശ്ചാത്തലം അനുസരിച്ച്, പല രാജ്യങ്ങളിലെ പല പ്രദേശങ്ങളിലെ സംസ്കാരം അനുസരിച്ചും, പല രാജ്യങ്ങളിലെ നിയമം അനുസരിച്ചും നീതി വ്യത്യാസപ്പെട്ടു. അപ്പൊ അതനുസരിച്ച് ആ സംസ്കാരം അനുസരിച്ചാണ് നീതി. അതനുസരിച്ചാണ് നീതി. ഇപ്പോഴും നീതിയെ നമ്മൾ നോക്കുമ്പോൾ ബൈബിളിൽ നമ്മൾ കാണുമ്പോഴും നീതിയുടെ വ്യത്യസ്തമായ തലം കാണാൻ കഴിയും. ദൈവം ആദമിനോട് പറഞ്ഞു, ഈ പഴം തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പൊ ദൈവത്തിന്റെ നീതി എന്താ? ആ പഴം തിന്നുന്നത് വരെ അവനെ മരണം തൊടാൻ പാടില്ല. അത് ദൈവത്തിന്റെ നീതി. എന്നാൽ പഴം തിന്നപ്പോൾ അവനെ മരണം തൊട്ടു. അത് ആ നീതിയായിരുന്നു. അത് നീതിയായിരുന്നു. പഴം തിന്ന അവൻ മരിച്ചു. അതിൽ ദൈവത്തെ കുറ്റം പറയാനോ ആരെയും കുറ്റപ്പെടുത്താൻ സാധ്യമല്ല. അത് ആദം ചെയ്ത മിസ്റ്റേക്ക്. അപ്പൊ അവിടെ ദൈവത്തിന്റെ നീതി എന്താ? അവൻ പാപം ചെയ്യാതിരിക്കുന്നവരെ മരണം അവനെ തൊടാതെ വണ്ണം അവനായിരുന്നു. അത് ദൈവത്തിന്റെ നീതിയാണ്. നമുക്കറിയാം, നോഹയുടെ കാലത്ത് നോഹ നീതിമാനായിരുന്നു. നീതിമാനായ നോഹയുടെ കാലത്ത് നോഹയും ഷേം, ഹാം, യാഫേത്ത് എന്ന നോഹയുടെ 3 മക്കളെയും കുടുംബത്തെയും പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്
അവിടെ ഉണ്ടായിരുന്ന മറ്റെല്ലാ ജീവജാലങ്ങളെയും പ്രളയത്താൽ നശിപ്പിച്ചു എന്ന് വചനം പറയുന്നു. അത് ദൈവത്തിന്റെ നീതിയായിരുന്നു. പിന്നത്തതിൽ നമുക്കറിയാൻ കാണാൻ സാധിക്കുന്നത് അബ്രഹാമിന്റെ ദൈവം വിളിച്ചു. അബ്രഹാമിന്റെ ദൈവം വിളിച്ചപ്പോൾ അബ്രഹാമിന്റെ ദൈവം പറഞ്ഞൊരു കാര്യം, നിന്റെ സ്വന്തം ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ടിറങ്ങി വന്നു. ഇറങ്ങി വന്നവനെ അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തം കേട്ടു. ലോത്തും അബ്രഹാമും തമ്മിൽ പിരിഞ്ഞു. പിന്നത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൽക്കീസദേക്കുമായിട്ടുള്ള കണ്ടുമുട്ടൽ. മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുന്നു. മൽക്കീസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുന്നു. അതിനെ തുടർന്ന് 15-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിന്റെ പരിചയം. അപ്പൊ അബ്രഹാം പറഞ്ഞു, അതെല്ലാം നല്ല കാര്യമാണ്, പക്ഷേ നിനക്ക് ഇതുവരെയായിട്ടും എനിക്ക് കുഞ്ഞിനെ തരാൻ സാധിച്ചില്ല. എന്റെ വീട്ടിലെ വേലക്കാരൻ എന്റെ അവകാശമായിട്ട് പറഞ്ഞു. ദൈവം പറഞ്ഞു, അല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ സാറയ്ക്ക് ഞാൻ മകനെ തരും, അത് അവനോടായിരിക്കും ഞാൻ ഉടമ്പടി ചെയ്യുന്നത്. ദൈവം പറഞ്ഞു തരും. അപ്പൊ അതിന്റെ 15-ാം അധ്യായത്തിന് 6-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവം അത് അവന് നീതിയായി കണക്കിട്ടു. നീതി. അപ്പോൾ ആ പോയിന്റ് മുതൽ, ആ ഒരു നിമിഷം മുതൽ, അത്രയും വാദപ്രതിവാദം ഉന്നയിച്ചവനെ അബ്രഹാം ദൈവം പറഞ്ഞു, ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് മക്കളെ തരുമെന്ന് പറഞ്ഞ ആ ഒരൊറ്റ വാക്കിലും അബ്രഹാം വിശ്വസിച്ചു. അതോടുകൂടി അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച ആ നിമിഷം മുതൽ അബ്രഹാമിന്റെ ദൈവം നീതിമാനായി കണക്കിട്ടു. അബ്രഹാം നീതിമാനായി തീർന്നവനായ അബ്രഹാം പിന്നത്തതിൽ അബ്രഹാമിന് തെറ്റുകൾ പറ്റുന്നു. എങ്ങനെയാണ് തെറ്റുപറ്റുന്നത്? അബ്രഹാം ദൈവവചനം കേട്ടിട്ടും നിലത്ത് കവിണ് വീണ് ചിരിക്കുന്നു. ദൈവാലോചന കേൾക്കാതെ ഹാഗറിന്റെ അടുക്കൽ പോകുന്നു. സാറയുടെ ശബ്ദം മാത്രം കേട്ട്. അപ്പൊ അങ്ങനെ എല്ലാമായിട്ടും അബ്രഹാമിന്റെ ജീവിത നിലവാരത്തിൽ, ചുറ്റുപാടുകളിൽ, അബ്രഹാമിന്റെ സ്വഭാവ രീതികളിൽ മാറ്റം ഉണ്ടായി. പക്ഷെ ദൈവം അവനെ കൺസിഡർ ചെയ്തിരിക്കുന്നത് നീതിമാനായിട്ടാണ്. ആ നീതിമാൻ എന്ന് പറയുന്ന അബ്രഹാമിന്റെ പദവി മാറിയില്ല. നീതിമാൻ എന്ന പദവി മാറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുക ദൈവത്തിന്റെ നീതിയാണ്. 100-ാമത്തെ വയസ്സിൽ അവന് സന്തതിയെ കൊടുത്തു. ദൈവനീതിയാണ്. അവൻ ദൈവത്തെ സംസാരിച്ചിട്ടുണ്ട്. എന്നിട്ടും അബ്രഹാം ചോദിച്ച കാര്യം ഏതാ? ഇത്രയും പ്രായമായി എനിക്ക് പുത്രോത്പാദന ശേഷി നഷ്ടപ്പെട്ടിരിക്കുകയാണ്, സാറയുടെ ഗർഭപാത്രം നിർജ്ജീവമായിരിക്കുക. അബ്രഹാം പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്ക് ഇനി കുഞ്ഞിനെ തരേണ്ട കാര്യമില്ല, ആ ഇസ്മായേലെ നീ തന്നില്ലേ, അവനെ കൊല്ലാതിരുന്നാൽ മതി. അത് തന്നെ അബ്രഹാം പറയും. ഇസ്മായേൽ ജീവനോട് ഇരുന്നാൽ മതി, അങ്ങനെ അബ്രഹാം പറയും. അത്രയും പറഞ്ഞിട്ട് പോലും ദൈവം അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം മാറിയില്ല. കാരണം അത് ദൈവത്തിന് ദൈവനീതിയാണ്. അപ്പൊ നമുക്കറിയാം, ഏശാവ്, യാക്കോബ്, അവരിൽ രണ്ടുപേരില് യാക്കോബ് ഉപായി ആയിരുന്നു. ഉപായി എന്ന് തന്നെയാണ് അവന്റെ പേരിന്റെ പോലും അർത്ഥം. അവൻ ചെയ്ത കാര്യങ്ങൾ ഉപായത്തോടു കൂടെ ആയിരുന്നു. എന്നാൽ ഉപായി ആയിരുന്ന യാക്കോബിനോട് ദൈവം ജനനത്തിന് മുമ്പേ ഒരു പ്രോമിസ് ചെയ്തിരുന്നു, നീ സഹോദരന്മാരെ വാഴും. അത് അതുപോലെ സംഭവിച്ചു. അത് ദൈവത്തിന് നീതിയാണ്. അതുപോലെ തന്നെ നമ്മൾ കാണാൻ സാധിക്കുന്നത്, ദൈവജനം അടിമത്വത്തിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ട് വാഗ്ദത്ത ദേശത്തേക്ക് പോവുകയാണ്. അങ്ങനെ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്ന വഴിക്ക് അവരുടെ ജീവിതത്തിനകത്ത് അവർ തെറ്റുകൾ ചെയ്തു, എല്ലാം സംഭവിച്ചു. പക്ഷേ ദൈവം അവിടെ സീനായ് മലയിൽ വെച്ച് മോശയുടെ കരങ്ങളിൽ കൽപ്പന കൊടുത്തു, ഉപകൽപ്പനകൾ കൊടുത്തു. ആ കൽപ്പനകളെ കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. അത് ദൈവത്തിന്റെ നീതിയാണ്. അതുമുതൽ ദൈവത്തിന്റെ നീതി വെളിപ്പെടാൻ, അതായിരുന്നു കൽപ്പനയുടെ ബേസിലുള്ള നീതി. അങ്ങനെ നീതി നിലനിൽക്കുന്ന കാലം നീതി കണ്ടിന്യൂസ് ആയിട്ട് ആ നീതിയിൽ മനുഷ്യൻ വളരാൻ നോക്കി. പക്ഷെ നീതീകരിക്കപ്പെടാനായിട്ട് മനുഷ്യന് സാധിച്ചില്ല. നമുക്കറിയാം, നമുക്ക് ധനവാനായ ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് തന്നെ നീതീകരിപ്പാൻ ചിന്തിച്ചു. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിക്കാനായിട്ട് പോയി. അപ്പൊ അവിടെ പരീശൻ പറയുന്നത്, ഞാൻ എല്ലാം ബെസ്റ്റായിട്ട് ചെയ്യുന്നതാണ്, ദൈവത്തിന് കൊടുക്കുന്ന കാര്യമായിട്ട് ഉപവാസമാവട്ടെ, ഞാൻ ബെസ്റ്റാണ്. പക്ഷേ ചുങ്കക്കാരൻ പറഞ്ഞു, പാപിയായി എന്നോട് കരുണയുണ്ടാകും. വചനം പറയുന്നത് അവൻ നീതീകരിക്കപ്പെട്ടവനായി. അപ്പൊ അവിടെ നീതി എന്ന് പറയുന്നത് അതുവരെയും, അതായത് യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത വരെയും, യേശുക്രിസ്തുവിന്റെ ഫിസിക്കൽ അപ്പിയറൻസ് വരെയും, ഫിസിക്കൽ മാനിഫെസ്റ്റേഷൻ വരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് കൽപ്പനകൾ അനുസരിച്ചുള്ള ജീവിത രീതി. കൽപ്പനകൾ അനുസരിച്ചാൽ രക്ഷപ്പെടും, കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ പ്രശ്നം. എന്നാൽ
യേശുക്രിസ്തുവിൽ സംഭവിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം, യേശു പറഞ്ഞൊരു കാര്യം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 6:33 മുമ്പേ ദൈവത്തിന്റെ രാജ്യവും അവന്റെ നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അവന്റെ നീതി, നിങ്ങളുടെ നീതി അല്ല, അവന്റെ നീതി. എന്താണ് അവന്റെ നീതി? അവന്റെ നീതി എന്ന് പറയുന്നത് ശിക്ഷയ്ക്കോ നിയമത്തിനോ അല്ല പ്രസക്തി. ആ ശിക്ഷ കൊണ്ടും നിയമം കൊണ്ടും ഒരു മനുഷ്യനിൽ വരുത്തേണ്ട പരിവർത്തനത്തിനാണ് പ്രസക്തി. അതായത് ആ പാപിയായ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നു, അവളെ കല്ലെറിയുന്നതിനല്ല പ്രസക്തി, ആ നിയമത്തിനും അല്ല പ്രസക്തി, അവളിലെ പാപത്തെ എടുത്തു മാറ്റുക എന്ന ദൈവിക പദ്ധതിക്കായിരുന്നു പ്രസക്തി. അത് സംഭവിച്ചു. അത് യേശുക്രിസ്തുവിനോട് സംഭവിച്ചു. അത് യേശു പറഞ്ഞു, ഇനി പാപം ചെയ്യരുതെന്ന് പറഞ്ഞ ഒറ്റ വാക്കില് ആ പാപത്തിന്റെ നേച്ചർ അവിടെ നിന്ന് മാറിപ്പോയി. ദാറ്റ്സ് ഇറ്റ്. അതായിരുന്നു വേണ്ടത്. അത് സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നമ്മളെ ശിക്ഷിക്കുന്നതോ തകർക്കുന്നതോ അല്ല. ദൈവത്തിന്റെ നീതി എന്ന് പറയുന്നത് നിങ്ങളെയും എന്നെയും പുത്രനോട് അനുരൂപമാക്കുവാനായിട്ട് എന്താണോ ആവശ്യം അത് മതി ദൈവത്തിന്. അത് നിങ്ങളെ ശിക്ഷിച്ചോ, നിങ്ങളെ അടിച്ചോ, നിങ്ങളെ തകർത്തോ, അങ്ങനെയല്ല കർത്താവിന്റെ പദ്ധതി. കർത്താവിന്റെ പദ്ധതി സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തന്ന് നമ്മളെ നീതീകരിച്ചു. നമുക്ക് ദൈവവചനത്തിൽ നിന്ന് വായിക്കുമ്പോൾ വചനത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനായ ദൈവം. റോമാലേഖനം അതിന്റെ 3-ാം അധ്യായം 25, 26 വാക്യങ്ങളെ ഞാൻ വായിക്കും. റോമാലേഖനം അതിന്റെ 3-ാം അധ്യായം 25, 26. വിശ്വസിക്കുന്നവർക്ക് അവൻ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ദൈവം തന്റെ പൊറുമയിൽ മുൻകഴിഞ്ഞ പാപങ്ങളെ ശിക്ഷിക്കാതെ വിടുന്ന നിമിത്തം തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്നവനുമാകേണ്ടത്. അപ്പൊ അവിടെ നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് പ്രവർത്തികളാലുള്ള നീതിയുടെ കാലം കഴിഞ്ഞു. വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവം, വിശ്വസിക്കുന്നവരെ നീതീകരിക്കുന്ന ദൈവം. അപ്പോൾ എവിടെയാണ് നീതി ഉണ്ടാകുന്നത്? എങ്ങനെയാണ്? വിശ്വസിക്കുമ്പോൾ നീതീകരിക്കപ്പെടും. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ ലേഖനം 5:21 പറയുക, പാപം അറിയാത്തവന് നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പൊ യേശുക്രിസ്തുവിനെ പാപമാക്കിയപ്പോ നിങ്ങളെയും എന്നെ നീതിയാക്കി. അപ്പൊ ഈ നീതി എങ്ങനെയാണ് വരുന്നത്? അതായത് ദൈവജനത്തിൽ പറയുന്നത്, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെടുകയും. അപ്പോ എങ്ങനെയാണ് നീതീകരിക്കപ്പെടുന്നത്? വാക്കുകളാൽ. റോമാലേഖനം അതിന്റെ 10-ാം അധ്യായത്തിൽ 9-ാം വാക്യം 10-ാം വാക്യം, യേശുവിനെ പിതാവായ ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യും. തൊട്ടടുത്ത് പറയുന്നത് ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക. അപ്പൊ ചിന്തിച്ചു നോക്കുക, കവചം ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. അപ്പൊ വിശ്വാസമാകുന്ന ദൈവപ്രവൃത്തിയിലെ വിശ്വാസമാകുന്ന നീതി, വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന നീതി, അതാണ് നമ്മൾ എപ്പോഴാ ദുർദിവസത്തിൽ നാം കെട്ടേണ്ടത്. പ്രതികൂലങ്ങളുടെ നടുവിൽ എതിർത്തു നിൽക്കണമെങ്കിൽ നാം ധരിക്കേണ്ട ആയുധം ദൈവത്തിന്റെ നീതിയാണ്. എന്നെ നീതീകരിച്ചവനായ ദൈവം, എന്റെ പാപത്തിന് എന്നെ കഴുകിയവനായ ദൈവം, എന്നെ മകനാക്കി തീർത്തവനായ ദൈവം, എന്നെ നീതിയാക്കിയവനായ ദൈവം, ആ നീതിമാനാക്കി എന്റെ ജീവിതത്തിൽ ഇനി ഒരു ദോഷവും വരാതോണം എന്നെ നീതീകരിച്ചവനായ ദൈവത്തെ കുറിച്ചുള്ള ബോധ്യമാണ് നാം കവചമായി ഹല്ലേലൂയ ആമേൻ എടുക്കേണ്ടത്, കെട്ടേണ്ടത്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവർ, അവിടെ നമുക്ക് ദൈവജന ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. എന്ത്? നീതിക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുക. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുക. അപ്പോഴേ വിശ്വാസത്തെ നമ്മൾ എന്ത് ചെയ്തു? നീതീകരിക്കപ്പെട്ടു. എന്നാൽ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? റോമാലേഖനം 10-ാം-17-ാം വാക്യം, വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സത്യമാണ് അരക്കി കെട്ടേണ്ടത്. സത്യം എന്താ? വചനം. നീതിയാണ് നീതിയാണ് നമ്മൾ കവചമാക്കേണ്ടത്. എന്താണ് നീതി? ദൈവത്തിന്റെ വചനം. നമുക്ക് എബ്രായ ലേഖനത്തിൽ അത് വായിക്കുമ്പോൾ, എബ്രായ ലേഖനത്തിൽ ആ നീതിയുടെ വചനത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിന്റെ 4-ാമത്തെ അധ്യായത്തില് എബ്രായ ലേഖനത്തിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. 5-ാമത്തെ അധ്യായം 13-ാം വാക്യം, പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്താൽ പരിചയമില്ലാത്തവനത്രേ അവൻ ശിശുവല്ലോ. അപ്പൊ ഇവിടെ പറയുന്നത് നീതിയുടെ വചനം. അപ്പൊ വചനമാകുന്ന നീതിയെ നമ്മൾ കവചമാക്കണം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നിങ്ങളെ നീതിമാന്മാരാക്കുന്നത്
നിങ്ങൾ ചെയ്ത പ്രവർത്തികളല്ല, യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ച പ്രവർത്തിയാണ്. ആ യേശു ക്രിസ്തു ക്രൂശിൽ നിവർത്തിച്ചു, തികച്ചു എന്നുള്ള പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കും. ആ പ്രവൃത്തിയെ നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഹൃദയം പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നത്. നിങ്ങൾ വിശ്വസിക്കാനായിട്ട് സാധിക്കണം, നിങ്ങളുടെ പാപത്തിന് പരിഹാരം യേശു ക്രൂശിൽ വരുത്തി. നിങ്ങളുടെ ദർശനത്തിന് നിവൃത്തി യേശു ക്രൂശിൽ വരുത്തി. നിങ്ങളുടെ സാമ്പത്തികമായ ദാരിദ്ര്യത്തിന് നിവൃത്തി യേശു ക്രൂശിൽ വരുത്തി. നിങ്ങളുടെ പാപത്ത്, നിങ്ങളുടെ ശാപത്ത്, നിങ്ങളുടെ തകർച്ചയെ, നിങ്ങളുടെ ദാരിദ്ര്യത്തെ, നിങ്ങൾക്ക് വിരോധവും പ്രതികൂലമായ പിശാച് എഴുന്നേൽപ്പിച്ച എല്ലാ കാര്യത്തിനും മേലും യേശു ക്രിസ്തു ക്രൂശിൽ പരിഹാരം വരുത്തി. ആമേൻ. യേശു ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിപ്പാൻ വന്നു നമുക്ക് വേണ്ടി. അതെ, റോമാലേഖനം 8:3 പറയുന്ന എങ്ങനെയാണ്? ആമേൻ. എന്താണ്? ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് സാധിക്കാതെ പോയത് നിവർത്തിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡ സാദൃശ്യത്തിലും പാപ നിമിത്തവും അയച്ച് പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അത് നടന്ന കാര്യം, അത് യേശുക്രിസ്തുവിനോട് സംഭവിച്ച കാര്യം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളും അവസ്ഥകളും എന്തുമാകട്ടെ, നിങ്ങൾ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ടവരാണെന്നുള്ള അതിശ്രേഷ്ഠമായ ബോധ്യം നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറരുത്. ആ മിസ്റ്ററി, ആ ട്രൂത്ത് നിങ്ങൾ മറക്കരുത്. യെസ്, നിങ്ങൾ നീതീകരിക്കപ്പെട്ടവരാ, നിങ്ങൾ നീതിമാന്മാരാ. യേശുവിന്റെ രക്തത്താൽ നീതിമാന്മാരാക്കപ്പെട്ടവരാ. നിങ്ങളെ ആർക്കും കുറ്റം വിധിക്കാൻ സാധ്യമല്ല, നിങ്ങളെ ആർക്കും തകർത്ത് കളയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ഹല്ലേലൂയ ദൈവവചനത്തിൽ റോമാലേഖനം 8:29 എങ്ങനെയാണ് പറഞ്ഞത്? അവൻ മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു പിടിക്കും. ഹല്ലേലൂയ. അപ്പൊ അവിടെ എന്താ സംഭവിച്ചത്? വിളിച്ചവരെ കർത്താവ് നീതീകരിച്ചു. ആമേൻ. മുന്നറിഞ്ഞവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിച്ചു പിടിക്കുന്നു. എന്തിനാണെന്നറിയാമോ? അവന്റെ പുത്രനോട് അനുരൂപമാകാനായിട്ട്. അതുകൊണ്ടാണ് 33 പറഞ്ഞത്, നീതീകരിക്കുന്നവൻ ദൈവം, കുറ്റം വിധിക്കുന്നവനാണ്. തെരഞ്ഞെടുത്ത ദൈവമാണ്. ആമേൻ. കുറ്റം വിധിക്കാൻ ആർക്കും സാധ്യമല്ല. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ദുർദിവസത്തിൽ എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന്, സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ കഴിയേണ്ടതിന് നീതിയാകുന്ന വചനം, നീതിയുടെ വചനം, അത് ഞാൻ നീതിമാനാക്കപ്പെട്ടവനാണ്, യേശുവിന്റെ രക്തത്താൽ നീതിമാനാക്കപ്പെട്ടവനാണ്. ആമേൻ. പിതാവിന്റെ ക്ഷമേനെ നീതിമാനാക്കി, യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ ഞാൻ നീതിമാനായി, യേശുവിന്റെ ക്രൂശ് മരണം എന്നെ നീതിമാനാക്കി. ആമേൻ. അവനുള്ള വിശ്വാസത്തെ ഞാൻ നീതീകരിക്കപ്പെട്ടു എന്നുള്ള ബോധ്യം, നീതിമാനാക്കപ്പെട്ടു എന്നുള്ള ബോധ്യം ഞങ്ങളകത്ത് വരട്ടെ. പ്രിയപ്പെട്ടവർ, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലെ സന്തോഷമാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത നീതിബോധം, അതെ ഞാൻ നീതീകരിക്കപ്പെട്ടവനാ. ഇല്ല ആമേൻ, എനിക്ക് കുറവുകൾ ഉണ്ടായിട്ടുണ്ട്, ഞാൻ പാപം ചെയ്തിട്ടുണ്ട്, ഞാൻ അഴുക്കിൽ വീണിട്ടുണ്ട്, ഞാൻ കോപിച്ചിട്ടുണ്ട്, ഞാൻ ആമേൻ പരിശുദ്ധാത്മാവിനെ മുറിപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ ദൈവവചനത്തിന് വിരോധമായി നിന്നിട്ടുണ്ട്, ഞാൻ പലപ്പോഴും ദൈവത്തെ സംശയിച്ചിട്ടുണ്ട്. പക്ഷേ യേശുവിന്റെ രക്തം എന്നെ നീതീകരിച്ചിരിക്കുക, യേശുവിന്റെ ആമേൻ ക്രൂശിലെ മരണം എന്നെ നീതീകരിച്ചിരിക്കുക. അവൻ എന്റെ പാപത്തിനും ശാപത്തിനും വില കൊടുത്തു. എന്റെ ശരീരത്തിന് രോഗം വാഴത്തില്ല, എന്റെ മേൽ ഇനി സാമ്പത്തികമായ ദാരിദ്ര്യം എന്റെ മേൽ വാഴത്തില്ല, എന്റെ മേൽ ഈ കുറ്റബോധം എന്റെ മേൽ വാഴത്തില്ല. എന്റെ ജീവിതത്തിന്, എന്റെ നന്മയ്ക്ക്, എന്റെ അനുഗ്രഹത്തിന് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല കാര്യങ്ങളും യേശു തന്റെ ക്രൂശിൽ എന്നേക്കുമായി ആയുധവർക്ക് വെപ്പിച്ചതുകൊണ്ട് അവന്റെ രക്തത്താൽ, അവന്റെ അടിപ്പിണരുകളാൽ, അവന്റെ യാഗത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ദൈവത്തിന്റെ പൈതലായി, ദൈവത്തിന്റെ മകനായി മാറി നീതീകരിക്കപ്പെട്ടവെന്നുള്ള ബോധ്യത്തോടുകൂടി ഹല്ലേലൂയ ആമേൻ നീതീകരിക്കപ്പെട്ടു. എന്താണ് നീതിയുടെ പ്രത്യേകത? നീതീകരിക്കപ്പെടുന്നതും പഴയ നിയമത്തിൽ ക്ഷമ ലഭിച്ചു, പുതിയ നിയമത്തിൽ നീതി ലഭിച്ചു. എന്താണ് ക്ഷമയും നീതിയും തമ്മിലുള്ള വ്യത്യാസം? ക്ഷമ എന്ന് പറയുന്നത്, ഒരു വ്യക്തി പാപം ചെയ്തു, അവന് ക്ഷമിച്ചു കൊടുത്തു. നമുക്കറിയാം, കർത്താവ് പറഞ്ഞ രൂപമാ. ഒരുത്തൻ യജമാനന് കടം കൊടുക്കാനുണ്ടായിരുന്നു, അവന്റെ കടം ഇളച്ചു കൊടുത്തു, ക്ഷമിച്ചു, അത്രേ ഉള്ളൂ. പക്ഷെ അവൻ പോകയിൽ വേറൊരാളെ, അവന് പണം കൊടുക്കാണ്ട് ഒരാളെ കണ്ടു, അവനെ പിടിച്ച് അടിമയാക്കിയപ്പോ യജമാനൻ, ആദ്യമേ ക്ഷമിച്ച യജമാനൻ ഇവനെ വീണ്ടും പിടിച്ച് അടിമയാക്കി. കാരണം അവിടെ ക്ഷമ കിട്ടിയതു. പക്ഷേ ക്ഷമ എന്ന് പറയുന്നത് അവിടെ തെറ്റ് നിൽക്കുമ്പോൾ തന്നെ തെറ്റുകാരനാണ്. പക്ഷെ ഈ ക്ഷമിക്കുന്ന ആളുടെ മഹാമനസ്കത കൊണ്ട് ക്ഷമിക്കപ്പെട്ടിരിക്കും. പക്ഷെ നീതി അങ്ങനല്ല. അതായത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും തെറ്റ് ചെയ്യാത്തവനെ പോലെ കൺസിഡർ ചെയ്യുന്ന, അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പ്രഖ്യാപിക്കുന്നതാണ് നീതി. ക്ഷമയല്ല, ഇത് നീതിയാണ്. നിങ്ങൾക്കും എനിക്ക് ലഭിച്ചത് ക്ഷമയല്ല, നീതീകരണമാണ്. അതായത് അവൻ പൂർണ്ണ ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പുത്രത്വത്തിന്റെ ബോധ്യത്തോടെ, ഞാൻ പറയട്ടെ, നിങ്ങളിൽ ഈ ദിവസങ്ങളിൽ ആ നീതി ബോധം വരുമ്പോൾ ആമേൻ അസാധാരണമായ ദൈവപ്രവൃത്തികൾ നിങ്ങളിൽ സംഭവിക്കും. ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാവുന്നതിന് അതീതമായ പ്രവൃത്തികൾ നിങ്ങളിൽ സംഭവിക്കും.
നിങ്ങളുടെ അകത്ത് നീതിബോധം വരുമ്പോൾ, നിങ്ങളുടെ ഉള്ളിൽ നീതിബോധം വരുമ്പോൾ, അതേ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ഉള്ളിൽ നീതിബോധമുള്ളവരായി, യെസ്, പരാജയപ്പെട്ട് കിടക്കാനായിട്ടുള്ള, തളർന്നു കിടക്കാനായിട്ടുള്ള നീതിബോധമുള്ളവരായി, യെസ്, ഞാൻ നീതീകരിക്കപ്പെട്ടവരാണ്. നിങ്ങളുടെ പഴയ കാലത്തെ മറക്കുക. ആമേൻ. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കുക, നമ്മൾ പലപ്പോഴും ഇന്നലത്തെ കാര്യം നമ്മളെ ഇങ്ങനെ ഹേർട്ട് ചെയ്തുകൊണ്ടിരിക്കും. പഴകിയ ഭക്ഷണം നമ്മൾ കഴിക്കൂ. കുറെ ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ച ഭക്ഷണം, കേടായ ഭക്ഷണം കഴിക്കരുത്. അതുപോലെ തന്നെയാണ് പഴകിയ ഓർമ്മകളെ എടുത്തു കളയുക. പഴകിയ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തെ രോഗാതുരമാക്കുന്ന പോലെ പഴയ ഓർമ്മകൾ, നെഗറ്റീവ് ഓർമ്മകൾ, വീഴ്ചകൾ, അതെല്ലാം നിങ്ങളുടെ സോളിനെ രോഗിയാക്കും. എടുത്തു കളയുക. ബോധ്യത്തോടുകൂടെ നിൽക്കുക, ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്, യേശു രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടവനാണ്. ആ നീതിബോധം നിങ്ങളെ സൗഖ്യമാക്കും. ആ നീതിബോധം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ആമേൻ. ദുർദിവസത്തിൽ എതിർത്തു നിൽപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും നിങ്ങളെ ബലപ്പെടുത്തും നീതിമാന്മാരെന്ന ബോധം. ആ ബോധ്യത്തിൽ വാഴാൻ പരിശുദ്ധാത്മ നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവ് യേശുവിന്റെ നാമത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം ചെയ്യും. യേശുവിന്റെ നാമത്തിൽ അവരുടെ ഉള്ളില് നീതിമാന്മാരെന്ന ബോധ്യം കൊണ്ട് അവരുടെ ഹൃദയത്തെ നിറയ്ക്കണം. അവരുടെ കുറവുകളും അവരുടെ ബലഹീനതകളും അവരുടെ അറിവില്ലായ്മകളെയും ക്ഷമിച്ച് യേശുവിന്റെ നാമത്തിൽ നീതീകരിക്കപ്പെട്ടവരാന്നുള്ള ബോധ്യം അവരുടെ അകത്ത് കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. ആ രോഗത്തിന്, ആ ദാരിദ്ര്യത്തിന്, ആ പ്രതിസന്ധികൾക്ക്, ആ വെല്ലുവിളികൾക്ക്, ആ പരാജയത്തിന്, ആമേൻ, ഹല്ലേലൂയ, ഒരിടവും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്ന് വിളിച്ചു പറയാൻ, അതിനെ എതിർത്ത് പരാജയപ്പെടുത്താൻ പ്രാർത്ഥിച്ച് നിലവിളിച്ച് ആരോ പറയുന്ന വാക്ക് എവിടെയോ പോയി പ്രാപിച്ചെടുക്കാനല്ല, ആമേൻ, തിരിച്ചറിവിലൂടെ, ആമേൻ, ദുർദിവസത്തിൽ എതിർത്തു നിൽപ്പാനും സകലതും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാൻ അവരെ സഹായിക്കണം. എല്ലാ അവസ്ഥകളെ മാറ്റിമറിക്കുന്ന ഒരു ദൈവപ്രവൃത്തിക്കായിട്ട് കർത്താവ് പ്രിയരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം അവരെ സ്പർശിച്ചു കഴിഞ്ഞതിനായിട്ട് നന്ദി. അസാധാരണ ദൈവമഹത്വത്തെ ചുമക്കുന്നവരായിട്ട് അവർ മാറട്ടെ. അനുഗ്രഹമായിട്ട് അവർ തീരട്ടെ. എല്ലാ നിലകളിലും അവർ അനുഗ്രഹിക്കപ്പെട്ടവരെ തീരട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. കർത്താവരുടെ ജീവിതത്തിനകത്ത് ഒരു ഭയപ്പെടുന്ന ചില വിഷയങ്ങൾ, ആ ഭയപ്പെടുന്ന വിഷയത്തിനകത്ത് ഈ ദിവസങ്ങളിൽ തന്നെ ആമേൻ അത്ഭുത വിടുതൽ, ദൈവപ്രവൃത്തിയുടെ ആമേൻ ഒരു മിറക്കിൾ മാനിഫെസ്റ്റേഷൻ അവിടെ ഉണ്ടാകട്ടെ. നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നിങ്ങളിൽ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. ബിക്കോസ് ഓഫ് യുവർ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിലെ വിശ്വാസത്താൽ നിങ്ങളെ അത്ഭുതം നടന്നു കഴിഞ്ഞിരിക്കുക. പ്രിയപ്പെട്ട യേശു ക്രിസ്തു ക്രൂശിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ നന്മയ്ക്കും അനുഗ്രഹത്തിനും നീതിക്കും വേണ്ടിയുള്ളത് സകലതും ചെയ്തിരിക്കുക. നിങ്ങളുടെ മേലിന് ശാപം വാഴത്തില്ല, പാപം വാഴത്തില്ല, അകൃത്യം വാഴത്തില്ല. നീതീകരിക്കപ്പെട്ട അവിടെ നിന്നുള്ള ബോധ്യത്തിൽ കാര്യങ്ങളെ കാണുക, ജയാളികളായി കുതിക്കുക. നിങ്ങൾ ഒരു അനുഗ്രഹമാണ് എന്നത് മറക്കരുത്. കർത്താവ് എല്ലാ വിധത്തിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലെസ് യു. ആമേൻ.